മദ്യനയക്കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി. ഡൽഹി റൌസൗന്യ കോടതിയാണ് വിധി പറയുക. ആർ രാധാകൃഷ്ണനുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ആർക്ക് എപ്പോൾ ഈ വിധിയുണ്ടാകുമെന്നാണ്? രാവിലെ 11 മണിക്ക് കോടതി ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ വിധി പറയാനുള്ള കാര്യങ്ങൾ കോടതി കേസ് പരിഗണിച്ചു കഴിഞ്ഞാലും ഉച്ചക്കലത്തേക്ക് മാറ്റിവെക്കുകയാണ് പതിവ്. ഉച്ചയ്ക്ക് കോടതി കൂടുന്ന സമയത്തായിരിക്കും വിധി പറയുക. എന്നാൽ അരവിന്ദ് കെജ്രിവാളിന്റെ കേസിന് ഒരു പ്രത്യേക പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് കോടതിയുടെ തീരുമാനം എന്നുള്ളത് കോടതി ചേർന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാനായി സാധിക്കുകയുള്ളൂ. നിലവിലുള്ള സാഹചര്യത്തിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇഡിയുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പാണ്. ഇഡി ശക്തമായിട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജിയെ എതിർത്തിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള കാരണങ്ങൾ ഇഡി ഇതിന് പറയുന്നുണ്ട്. ഇഡി ഇതിന് പറയുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിന് നേരിട്ട് പങ്കുണ്ട്. അരവിന്ദ് കെജ്രിവാളാണ് ഈ കേസിലെ ആസൂത്രകന് ഇങ്ങനെ ജാമ്യം അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് കേസിന്റെ അന്വേഷണത്തെ പൂർണ്ണമായിട്ടും ബാധിക്കും എന്നതടക്കമുള്ള കാര്യമാണ് ഇന്ന് ഇഡി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഇന്ന് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് വിധി കൂടി വന്ന ഒരു പശ്ചാത്തലത്തിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഡൽഹിയിൽ 7 സീറ്റും നഷ്ടമാകുന്ന ഒരു സാഹചര്യം, അരവിന്ദ് കെജ്രിവാൾ പുറത്ത് വന്ന് പ്രചരണം നടത്തിയതിനു ശേഷവും ഉള്ള ഒരു സാഹചര്യത്തിൽ അത് രാഷ്ട്രീയമായിട്ട് അവർക്ക് തിരിച്ചടിയായിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടി ഈ ജാമ്യം കൂടി തള്ളപ്പെട്ട ഒരു അവസ്ഥയുണ്ടായാൽ അത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് നിലവിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാക്കും സമ്മാനിക്കുക. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.